ഒരു റിസ്ക്കും ഇല്ലാതെ ഇതുപോലെ നല്ല പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ വക്കൊക്കെ നല്ല ചുറുക്കും, പിന്നെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള എത്ര കഴിച്ചാലും പൂതി തീരാത്ത വളരെ പെട്ടെന്ന് വെറും 2-3 മിനിറ്റ് കൊണ്ട് ഇനി മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ തന്നെ ഇതുപോലെ തൊണ്ട് പോലുള്ള നെയ്യപ്പം. അപ്പോൾ ഇതൊക്കെയാണ് 2 കഷ്ണം ഒരു പകുതിയും ഏകദേശം ഒരു 2.5 അച്ച് ശർക്കരയാണ് കേട്ടോ. നല്ല പാക മധുരമാണ് കാരണം. പിന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ കണക്കാണ്. വെള്ളം ചക്കര ഉരുക്കുമ്പം ഞാൻ 2 കപ്പ് പൊടി വെച്ച് കാണ്ട് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1.25 കപ്പ് വെള്ളം കൊണ്ട് ഞാൻ ശർക്കര ഉരുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ 2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ശർക്കര ഉരുക്കിയാലും നമുക്കിതിക്ക് വെള്ളം ഏറൊന്നുമില്ല. ഏതായാലും നമ്മൾ ഒരുപാട് വെള്ളം പറഞ്ഞാണ്ട് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് ശർക്കര വെള്ളം ബാക്കിയായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം അങ്ങോട്ട് കുറച്ച് കാണ്ടാണ് കേട്ടോ ശർക്കര വെള്ളം ഒരുക്കണത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ പെട്ടെന്ന് തന്നെ ഉരുകിയിരിക്കണേ. നല്ല ലൂസായിട്ടാണ് നമ്മൾ ശർക്കര പാനി നിൽക്കുന്നത്. നല്ല ടൈറ്റായിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇടിക്കുക ഒന്നും ചെയ്യണില്ല. അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അരിപ്പൊടി 1 കപ്പ് അരിപ്പൊടി നമ്മൾ സാധാരണ പാക്കറ്റ് പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട, പാക്കറ്റ് പൊടി കൊണ്ടൊന്നും ചുടാൻ കഴിയൂലല്ലോ എന്ന് വിചാരിച്ചാണ്ട് അധികം ആളുകളെടുത്തും ഉണ്ടാകൽ പാക്കറ്റ് പൊടിയാണ്. പിന്നെ നമുക്ക് ഒരു കലത്തപ്പം നെയ്യപ്പം ചുടണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന സംഭവം പാക്കറ്റ് പൊടി തന്നെയാണല്ലോ. അല്ലാതെ ഇപ്പോൾ നമുക്ക് വേഗം ഒരു ലേശം അരി ഉണക്കുക, ഉണക്കുക, മില്ലിൽ നിന്ന് പൊടിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും ഇപ്പോൾ നമുക്ക് തൽക്കാലം നേരം നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് പൊടിയൊക്കെ വെച്ചാണ്ട് ഇത്രയും നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് ഞാൻ അതേ കപ്പിന് തന്നെ 1 കപ്പ് മൈദമാവും കൂടി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഇപ്പം ഞാൻ ഈ കുഞ്ഞ് പാത്രത്തിൽ ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. ഈ ഒരു റവ നമ്മൾ ഈ ഒരു നെയ്യപ്പത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ നെയ്യപ്പം ഒരു തുള്ളി പോലും എണ്ണ കുടിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് നെയ്യപ്പും പുറം ഭാഗം നല്ലൊരു ക്രിസ്പി നെയ്യപ്പൊക്കെ ആയി കിട്ടൽ ഈ ഒരു റവ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റവ കഴിയണതും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ റവ ഇല്ല വിചാരിച്ചാൽ നിങ്ങളിത് ഉണ്ടാക്കാതൊന്നും പോവണ്ട. റവ ഇല്ലാതെ ഉണ്ടാക്കിയാലും കൊല്ലി കിട്ടണം. ഇത് നല്ലതന്നായി കിട്ടും കേട്ടോ. അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ ഈ മാവ് കിട്ടുകൊടുത്ത സംഭവങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ലേശം നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ അതുപോലെ തന്നെ ലേശം കരിഞ്ജീരകം, അതുപോലെ തന്നെ ലേശം നമ്മളെ ഇതുണ്ടല്ലോ ഏലക്കായൻ്റെ പൊടിയാണ് കേട്ടോ. ഒക്കെ 1/4 ടേബിൾ സ്പൂൺ വെച്ചുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലേശം ഇതും അപ്പക്കാരം സോഡാപ്പൊടി ലേശം എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു പിഞ്ചും കൂടി നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പക്കാരം ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതാ ഞാൻ ഈ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പിൻ്റെ അളവൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട കേട്ടോ, മധുരം ചേർത്തിട്ടുള്ള പലഹാരത്തിൽ ഉപ്പ് വേണം, എന്നാലും ഉപ്പ് കൂടാനും പാടില്ല കേട്ടോ. പേപ്പർ കൂട്ടിയാണ്ട് എടുക്കേണ്ടത്. നല്ല ചൂടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തിളച്ച ശർക്കര പാനിയാണ്. ഞാനൊന്ന് മൂടിയാണ്ട് വെച്ചുകാണ്ട് ഈ പൊടികൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. അത്ര സമയമായിട്ടുള്ളൂ കേട്ടോ ഇത് തിളച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് ആ തിളച്ചത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് നല്ലത്. പക്ഷെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇളക്കും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ശർക്കരപ്പാനി തിളച്ചത് ഒഴിക്കുമ്പോൾ ഇളക്കിയില്ലെങ്കിൽ ആ പൊടി പെട്ടെന്ന് വെന്തിട്ട് കട്ട കുത്തും. അപ്പം നമ്മൾ വിചാരിച്ച ആ ഒരു ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചുട്ടെടുക്കണ ആ ഒരു അടിപൊളിയായിട്ടുള്ള ആ ഒരു നെയ്യപ്പം നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. തിളച്ച വെള്ളം ഒഴിക്കണ സമയത്ത് ശർക്കരപ്പാനി ഒഴിക്കണ സമയത്ത് പെട്ടെന്ന് ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അരിച്ച് മാറ്റിയതിന് ശേഷം കുറേശ്ശെ ഞാനിപ്പോൾ ഈ കാട്ടണ മാതിരി ഒഴിച്ചിട്ട് ചെയ്യാട്ടോ. ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ തീരെ ഇളക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരു പാത്രത്തിലില്ല. ആദ്യം തന്നെ കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുന്നതിന് പിന്നെ തോന്നി. അപ്പം ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുത്താൽ ഇതുപോലെ മാറ്റി കളിക്കാനോ വേറൊരു പാത്രം കഴുകാനോ ഒന്നും നിൽക്കേണ്ടി വരില്ല കേട്ടോ. ആദ്യം തന്നെ കുറച്ച് വലിപ്പമുള്ള 2 കപ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വലിയ പാത്രം തന്നെ വേണ്ടി വരും കേട്ടോ. അത്യാവശ്യം നെയ്യപ്പം നമുക്കിതിന് എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ കുറച്ച് മാവ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചുഴറ്റിയെടുക്കുന്നുണ്ട്. കാരണം നമ്മളെ ബാറ്ററി കുറച്ചൊരു ടൈറ്റാണ്. അപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം വെച്ചിട്ട് നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിയെടുത്തിട്ടും ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് റവ ഇട്ടല്ലോ, ഒരു 3 ടേബിൾ സ്പൂണോളം റവ ഇട്ടതുകൊണ്ട് തന്നെ ആ റവക്കും കുറച്ച് വെള്ളത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ.
അപ്പം നിങ്ങൾ 2 കപ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 1.25 കപ്പ് വെള്ളം വെച്ചിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ആ ശർക്കരപ്പാനി മുഴുവനും എങ്ങോട്ട് നോക്കാതെ മുഴുവനായിട്ട് ഒഴിച്ചോളി കേട്ടോ. ധൈര്യമായിട്ട് ഒഴിച്ചോളി, ഒരു കുഴപ്പമില്ല, വെള്ളം കൂടൂല. പക്ഷെ നമ്മൾ വീണ്ടും ലേശിച്ച വെള്ളം ഒഴിക്കുമല്ലോ കുറച്ചൊരു തിക്കായിട്ട് വരുന്ന സമയത്ത്, അന്നേരം നമ്മൾ കപ്പിൻ്റെ പോരായ്മ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കപ്പ് മുഴുവനായിട്ട് ഒഴിക്കണ്ട. ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ പാകം ആവണത് വരെ ഒന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി നോക്കട്ടോ. അല്ലാതെ നമ്മൾ വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല കേട്ടോ. അപ്പം വെള്ളം ആദ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടി ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ശർക്കരപ്പാനി നല്ലോണം തിളച്ച് റെഡിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിപ്പ് വെച്ചിട്ട് നേരിട്ട് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ കഴിയൂല കേട്ടോ. അപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം മാത്രം ലേശിച്ച വെള്ളം ഒഴിക്കുക. മാവിലേക്ക് കുറേശ്ശെ ആ ഒരു ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി ബാറ്റർ പാകത്തിനാക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ കയ്യിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിലോണ്ടും കൂടി ഇളക്കി കാണിച്ചു തരാം. കാരണം വിസ്ക് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ ഇതിൻ്റെ തിക്ക് എത്രയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒരു പിഞ്ചും കൂടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പം ലാസ്റ്റിലാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യത്തിൽ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കുക, പിന്നെ ലാസ്റ്റിൽ ഒരു പിഞ്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചുട്ടെടുത്ത ആ ഒരു ഇത് അതേ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. ഒരു ചട്ടി ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെക്കുക. ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടീനെ വേണമെന്നൊന്നുമില്ല, അലുമിനിയം ചട്ടിയോ ഏത് ചട്ടിയും വെച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ നമുക്ക് ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാൻ എപ്പോഴും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചതിന് ശേഷം നല്ലോണം എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കണത്. നമുക്ക് എപ്പോഴും നെയ്യപ്പം ചുട്ടെടുക്കാൻ നല്ലത് ഓയിലാണ്, എന്നാലോ കലത്തപ്പം ചുട്ടെടുക്കാൻ നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം ചൂടാക്കി എടുത്തിട്ട് ഓയിൽ. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ചെടുത്തത്. ബാറ്റർ ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പൊക്കി ഒഴിക്കാതിരിക്കട്ടോ, കുറച്ച് താന്നിട്ട് കയ്യിൽ ആ ഒരു എണ്ണൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ആകുമ്പോഴാണ് നമുക്കിതുപോലെ നമ്മുടെ ഈ അപ്പം നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കണം. ഒരുപാട് തീയിലായി കഴിഞ്ഞാൽ എന്താ അറിയോ, ഈ അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇനിയിപ്പം അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള വേറൊരു കാരണം കൂടെ ഉണ്ട്. മധുരം കൂടിയാൽ പൊട്ടെന്ന് പറഞ്ഞേക്കാം, പക്ഷെ എനിക്കറിയില്ല കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊന്നും പൊട്ടലൊന്നും വന്നിട്ടില്ല, മാഷാ അല്ലാ, പൊട്ടാതിരിക്കട്ടെ. നമുക്ക് നെയ്യപ്പം ചുടുമ്പോഴൊക്കെ എപ്പോഴും പേടിയാണല്ലേ. നെയ്യപ്പം ചുടുമ്പോൾ അത് നന്നായില്ലെങ്കിൽ നമുക്ക് പണിയാവും, ഭയങ്കര ടെൻഷനാവും. കൽത്തപ്പം പോലല്ല, കൽത്തപ്പത്തിനും നല്ല കാര്യം ചിന്തിക്കാനൊക്കെ ഉണ്ട്, എങ്കിലേ അത് നല്ല സോഫ്റ്റും ആരൊക്കെയായി കിട്ടുകയുള്ളൂ. നമ്മൾ കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പൊക്കെ വീഡിയോയിൽ 2-3 തരത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ലക്ഷങ്ങൾ വ്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് കൽത്തപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കൽത്തപ്പം ഉണ്ടാക്കുക. പിന്നെ നമ്മൾ നെയ്യപ്പം പൊങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് അതുപോലെ നമ്മൾ ചട്ടകം കൊണ്ട് അപ്പക്കോരി കൊണ്ട് ഓയിൽ ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ തൂക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മുകൾക്ക് തൂക്കി കൊടുക്കുമ്പോഴാണ് നമ്മുടെ നെയ്യപ്പം എന്ത് ചെയ്യുക, കുറച്ച് മുകൾക്ക് പൊന്തി വരിക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മൈദ ചേർത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ വക്കുണ്ടല്ലോ, വക്ക് ഭാഗം അതൊക്കെ നല്ല മുരിയും ചെയ്യും. എന്നാലും നമുക്ക് കടിച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആവില്ല. അങ്ങനെയാണ് കേട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കി കാണിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോക്ക് താഴെ ഒരു 4 ദിവസം മുമ്പായിട്ട് 1-2 കമൻറ്റുകൾ വന്നിന് കേട്ടോ. എന്താണ് 1-2 കമൻറ്റുകളെന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയാണ് ചോദിക്കണത്, അരിപ്പൊടി വെച്ചിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ വീഡിയോ ചെയ്യോ, അതൊന്ന് കാണാൻ പൂതിയുണ്ട്. കാരണം എപ്പോഴും അരി പൊടിക്കാനൊന്നും സമയമില്ല, ഫ്ലാറ്റിലാണ് താമസം, അങ്ങനെ അരി വെയിലത്തിടാനോ ഉണക്കാനോ ഒന്നും പറ്റൂല, എപ്പോഴും പാക്കറ്റ് പൊടി കൊണ്ടാണ് ചുടൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യപ്പം ചുട്ടാൽ ശരിയാവാറില്ല. അപ്പോൾ നെയ്യപ്പം എങ്ങനെയാണ് നന്നാവുക എന്നുള്ളൊരു വീഡിയോ കാണിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഞാനത് ഒന്നാമത് നമ്മൾ വേറെ ഓരോ പ്ലാനിങ്ങും ഒക്കെ ആയപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. തെള്ള് ചേർത്താലും മതി, നല്ല ഭംഗിയും കാണാൻ നല്ല ഭംഗിയും കഴിക്കാനും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഇപ്പോൾ ഇത് എത്ര അപ്പം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എണ്ണി വെക്കണം, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഏകദേശം ഒരു 10-15 കിട്ടിയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഒന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റിൽ ചുട്ടത് കുറച്ച് ഞാൻ മാറ്റി വെച്ച് ചൂടാറാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു അപ്പം കാണുമ്പോൾ അത് ചുട്ട് തീരാനൊന്നുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു. പക്ഷേ ആ ഒരു ചുടുന്ന സമയത്ത് കഴിക്കണ ആ ഒരു ഇൻട്രസ്റ്റ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യലും എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റൊക്കെ പോകും കേട്ടോ. അപ്പോൾ അന്നേരം ഒരു ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ട് എന്നുള്ളത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ മക്കളെ, ഇനി ആരും ഈ അരിപ്പൊടിയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മാത്രം ചുടണം കേട്ടോ. എന്നല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ചുട്ട് കാട്ടി കൂട്ടിയാൽ ഞാൻ മൈമു വീഡിയോ ചെയ്തു അതൊക്കെ ഫ്ലോപ്പായി പോയി നിങ്ങൾ പറയരുതേ. കാരണം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ലൈവായിട്ട് കണ്ടത് തന്നെയല്ലേ ഉണ്ടാക്കണവും ചുടണവും ഒക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്ഷമയോട് കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാ ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കുട്ടി വേണം, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ, കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ളിൽ കുട്ടിയൊക്കെ ഉണ്ട്, ഉള്ളിൽ കുട്ടിയുണ്ട്. പോരാത്തതിന് ഇതാ ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം ആരെടുത്ത് നല്ല ഭംഗിയായി കണ്ടന്നെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്നും കൂടി പിച്ചി പറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഉൾഭാഗം കാണാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സമയം കിട്ടാതൊക്കെ അങ്ങനെ കാണുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഉൾഭാഗമൊക്കെ കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ കൂട്ടുകാരെ നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഉൾഭാഗം ഒന്നും കാണിച്ചു തന്നില്ല അറിഞ്ഞാണ്ട് ഇതാ കണ്ടല്ലോ, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് മാത്രമല്ല മക്കളെ, ഇതിന് നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ആരെടുത്തിക്കണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് മറ്റേ കഷ്ണത്തിൽ നിങ്ങൾ കണ്ടോ, ഒരു കുട്ടി ഉണ്ട് കേട്ടോ. ഉള്ളിൽ കുട്ടിയുള്ള നെയ്യപ്പമാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിൽ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡൊക്കെ നല്ല മുരിഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുക, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കുട്ടി ഉണ്ടാവും. അത് കുട്ടീനെ കണ്ടില്ലേ, കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ആ കുട്ടി കഴിഞ്ഞിട്ട് നല്ലോണം കണ്ടില്ലേ, നല്ല പൊള്ളച്ച് നിൽക്കണ് അല്ലില്ലേ, നല്ല പൊള്ളച്ചിങ്ങനെ ഒട്ട പിടിക്കാതെ നല്ല പൊള്ളച്ച് നിൽക്കണില്ലേ. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാപ്പുള്ള കാലത്ത് വാപ്പ മരിച്ചു പോയിട്ടോ. വാപ്പുള്ള കാലത്ത് വാപ്പാക്ക് നെയ്യപ്പം ചുട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാപ്പ ആദ്യം തന്നെ മുറിച്ചിട്ട് ഇതിൽ കുട്ടി ഉണ്ടോ നോക്കും. അപ്പോൾ ഈ ഒരു ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ വാപ്പാക്ക് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ നെയ്യപ്പം. എന്നിട്ട് വാപ്പ ഇങ്ങനെ കുട്ടികൾ തപ്പിയെടുക്കും. അപ്പം അതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്കിഷ്ടമായത് ഇങ്ങനത്തെ ഒരു കുട്ടിയൊക്കെ ഉള്ള നെയ്യപ്പം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ട ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് വെറും 2-3 മിനിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഈ ഒരു നെയ്യപ്പം പരമാവധി ആളുകളിലേക്ക് കാരണം അവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമായിരിക്കും. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ വേഗം പൊടി അങ്ങോട്ട് എടുക്കുക, ശർക്കര ഉരുക്കി പാർന്നിട്ട് വേഗം അങ്ങോട്ട് ചുട്ടെടുക്കാൻ കഴിയണ ഒരു നെയ്യപ്പം, അതും അരിപ്പൊടി വെച്ചിട്ടൊക്കെ ആകുമ്പം ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തൂല. പക്ഷെ നിങ്ങളെ സഹായത്താൽ എത്തിക്കട്ടോ. അസ്സലാമു അലൈക്കും.